സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയം, അതൊരു ചിലപ്പോൾ വ്യക്തികളാവും, ചില സംഭവങ്ങളാവും, ഇന്നലകളിൽ നിനക്കുണ്ടായ ചില തെറ്റായ തീരുമാനങ്ങളും പാപവീഴ്ചകളുമാവും, നിനക്കുണ്ടായ ഏതെങ്കിലും അപകടങ്ങളാവും, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള സങ്കടമാവും, വീട്ടിലുണ്ടായ ചില ദുഃഖങ്ങളാണ്, ഒരുപക്ഷെ കുടുംബത്തിലെ ചിലരുടെ മരണം, അപ്രതീക്ഷിതമായ ചില അപകടങ്ങളും രോഗങ്ങളും ഭാരങ്ങളും, മക്കളെക്കുറിച്ചുള്ള ഭാരം, എന്തു തന്നെയുമാണെങ്കിലും നീ വിശ്വസിക്കുക, ദൈവമേ ഇതെനിക്കൊരു അനുഗ്രഹമായിട്ട് മാറും, ഇതെനിക്കൊരു അനുഗ്രഹമായിട്ട് മാറും, എനിക്കുണ്ടായ എല്ലാ സംഭവങ്ങളും എനിക്കൊരു അനുഗ്രഹമായിട്ട് മാറും. കർത്താവെ, ഞാനത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കുഴിയിൽ കിടന്ന ദാനിയേൽ പറഞ്ഞു, ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുറവ് ദൈവത്തെ ഓർക്കുന്നതിനുള്ള അവസരമാണ്. നമ്മുടെ വീഴ്ച, നമ്മുടെ ജീവിതത്തിലെ കണ്ണുനീര് ദൈവത്തെ ഓർക്കുന്നതിനുള്ള അവസരമാണ്. ദൈവം നിന്നെ ഓർക്കും. നീ ദൈവത്തെ ഓർത്താൽ, നീ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നിന്നെ ഓർക്കും. ആർക്കും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത വണ്ണം ഏതെങ്കിലും കെട്ടിലായിരിക്കും, പക്ഷേ കർത്താവ് നിന്നെ വിടുവിക്കും. യെസ്. മത്തായി സുവിശേഷകൻ ഒരു കുഞ്ഞു കാര്യം പറയും, ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 22-ാം തിരുവചനം ഒന്ന് വായിച്ചേ. മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 22. ഒരു അമ്മയെ പരിചയപ്പെടാം. ഒരു അമ്മ. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി കരഞ്ഞപേക്ഷിച്ചു. എങ്ങനെ? കർത്താവേ, കരഞ്ഞപേക്ഷിച്ചു കേട്ടോ, വെറുതെ അല്ല, കരഞ്ഞു. ഒരു സ്ത്രീ കരയി എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ കരയി അത്ര ഗുണമുള്ള ഒരു കാര്യമൊന്നുമല്ല. കരഞ്ഞപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യമാണെന്ന്. എന്താ വായിച്ചേ? കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, മകൾ അവിടെ ഉണ്ടോ? ഇല്ല. മകള് വീട്ടില് അമ്മയാണ് ദേ മകൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അമ്മ ഈശോയുടെ അടുക്കൽ വന്ന് കരയുവാണ്. എന്തിനാ കരയണേ? ആർക്ക് വേണ്ടിയാ കരഞ്ഞത്? വീട്ടിലിരിക്കുന്ന മകള് പിശാച് ബാധിതയായിട്ട് അവിടെ ഇരിപ്പാന്ന് അല്ലേ? ആ മൊബൈലും കുത്തി അവിടെ ഇരിക്കുവന്ന്, ഗെയിം കളിച്ച് അവിടെ ഇരിക്കുവന്ന്, തോന്നിയതുപോലെ അവിടെ ഇരിക്കുവന്ന്. കരയുന്ന ഒരമ്മ, നിങ്ങൾക്കറിയോ അങ്ങനെ കരഞ്ഞത് കൊണ്ട് എന്താ ഗുണം? 28-ാം തിരുവചനം വായിച്ചേ. 28-ാം തിരുവചനം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഏത് സമയം മുതൽ? എപ്പോഴാണോ അമ്മ വന്ന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ആ സമയം മുതൽ വീട്ടിലുള്ള മകൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. മകൾക്ക് വേണ്ടി കരയാൻ ഒരു അമ്മയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകൾക്ക് വേണ്ടി പാപപരിഹാര ബലിയാവാൻ ഒരു അമ്മയുണ്ടായിരുന്നു. എന്നാൽ ഈ അമ്മ ചിന്തിക്കുവാണ്, അവൾക്ക് തോന്നിയതുപോലെ ചെയ്യട്ടെ, അവൾ എന്തെങ്കിലും കാട്ടട്ടെ എന്ന് കരുതി ഇരുന്നാൽ എന്ത് സംഭവിക്കും? അവൾ അവിടെ കിടക്കും, അതങ്ങനെ തന്നെ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബനാഥ, 3-4 മക്കളുണ്ട്. മക്കളെയും കൊണ്ടൊക്കെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛാ ദേ ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞു, എന്നാ വിഷയം? അച്ഛാ, കുടുംബ പ്രാർത്ഥനയുടെ സമയം, ഞാനൊരു 6 മണി മുതൽ തുടങ്ങണം യുദ്ധം. 8 മണിക്ക് കുടുംബ പ്രാർത്ഥന. ഒരെണ്ണത്തിനെ വിളിച്ചോണ്ട് വരുമ്പോൾ മറ്റത് പോവും, പിന്നെ അതിൻ്റെ പുറകെ വന്ന് ഓടുമ്പോൾ ഇതങ്ങോട്ട് പോവും. അച്ഛാ 2 മണിക്കൂർ ഇതിങ്ങടെ പുറകെ നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുങ്ങളെ ഒന്ന് പിടിച്ചു കിട്ടുന്നത്. ഇത്രയൊക്കെ ഞാൻ ചെയ്തു. എടാ ഇങ്ങോട്ട് നോക്കിക്കേ, ഇനിയുണ്ടല്ലോ നിന്റെ എന്നും പുറകെ ഞാൻ വരുന്നില്ല, നിനക്കൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇതാണ് അമ്മയുടെ നിലപാട് എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും ആ വീട്ടിൽ? കുടുംബ പ്രാർത്ഥന നടക്കൂ? ഇല്ലെന്ന്.
കുടുംബ പ്രാർത്ഥന നടക്കത്തില്ല. ആ വീട് ഇന്ന് കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുടെ കണ്ണുനീരും പ്രാർത്ഥനയോ? ആ അമ്മ കഷ്ടപ്പെട്ട് ഇതിങ്ങളുടെയൊക്കെ പുറകെ നടപ്പ്, അതിന് കഷ്ടപ്പാടുണ്ടെന്ന്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനൊരു ഇടവക ചെന്നപ്പോൾ കുടുംബ കൂട്ടായ്മ, ആ കുടുംബ കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ ഞാനും ഇവിടെ ഇരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി ഇതുങ്ങളെല്ലാത്തിനെയും പല വീടുകളിലൊക്കെ വിളിച്ചോണ്ട് വരുന്ന, ഫോൺ വിളിക്കുന്ന, എല്ലാത്തിനെയും കൂട്ടുന്നു. ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ ചേച്ചി അതിൻ്റെ ഏതോ ഒരു സെക്രട്ടറി പ്രസിഡന്റ് ആരാണ്ടാണ്. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ഇത് എന്നതാ ഇതുങ്ങളെല്ലാത്തിനെയും വിളിച്ചോണ്ട് വരുന്ന നിന്നെ ഇത്ര കഷ്ടപ്പാട്? എൻ്റെ അച്ഛ, ആരെങ്കിലും ഇങ്ങനെ നടന്ന് വിളിച്ചെങ്കിൽ ഇതുങ്ങൾ വരുള്ളൂ. കുടുംബ കൂട്ടായ്മ ഉണ്ടെന്ന് പള്ളിയിലല്ല വികാരി അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് ഒറ്റെണ്ണം വരത്തില്ല അച്ഛൻ. ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലുള്ള എല്ലാ കുടുംബങ്ങളിലും ഈ സ്ത്രീ ഫോൺ വിളിക്കും, എല്ലാവരും വിളിക്കും. എന്നിട്ട് ഈ ശുശ്രൂഷ കുടുംബ കൂട്ടായ്മ നടക്കുന്ന 3:30 സമയം 3 മണിയാകുമ്പോൾ എല്ലാത്തിനും കൂടെ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യും. എന്നിട്ട് അടുത്തൊക്കെയുള്ള വീടുകളാണെങ്കിൽ പോയി വിളിക്കും, എല്ലാത്തിനും കൂടെ കൂട്ടിക്കൊണ്ടുവരും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഈ വീടുകളിലൊക്കെ പോയി വിളിക്കാനും നോക്കാനും ആളില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുടുംബ കൂട്ടായ്മയുടെ അവസ്ഥ എന്താവും? ആ അവസ്ഥ അങ്ങനെ കിടക്കും എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാതെ അവിടെ കിടക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആരോ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുന്നത്. ആരുടെയോ സമയവും ജീവിതവും പരിഹാര ബലി ആവുന്നത് കൊണ്ടാണ് ആ കുടുംബ കൂട്ടായ്മ നടക്കുന്നത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ അല്ലേ? ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, എത്ര സുന്ദരമായിട്ട് നടന്നു. നമ്മൾ 5 ദിവസം ഇവിടെ വന്ന് കൈയടിച്ച് പാട്ടൊക്കെ പാടിപ്പോയി. നിങ്ങൾക്കറിയോ, മാസങ്ങളോളം അതിൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട ഒരു സംഘം ആളുകളുണ്ട്. ഇവിടുത്തെ ഒരു ശുശ്രൂഷകരുടെ നേതാവുണ്ട്, ഫ്രാൻസിസ് ചേട്ടൻ. അദ്ദേഹം ബ്രെഡ് വിതരണം ചെയ്തത് കൊണ്ട് ഇപ്പം ബ്രെഡ് ഫ്രാൻസിസ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങനെയൊന്നും വിളിക്കരുത്, എന്താണ് അഭിപ്രായം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫ്രാൻസിസ് ചേട്ടൻ, നിങ്ങൾക്കറിയൂ, ഈ മനുഷ്യൻ അതിരാവിലെ ഇവിടെ വരും. എന്നിട്ട് ഈ ആശ്രമത്തിൻ്റെ ഓരോ കാര്യങ്ങളും മുക്കും മൂലയും തപ്പി നടന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് ഇവിടെ നിന്നുള്ള ഈ ഫ്ലെക്സ്, ഈ നോട്ടീസ്, ഇതെല്ലാം കൊണ്ട് പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ രാത്രിക്ക് പോകുന്നു, ഇത് ഒട്ടിക്കുന്നു, ബാനർ കെട്ടുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ഈ മനുഷ്യരെ കാണുമ്പോഴൊക്കെ ഒരു വല്ലാത്ത സങ്കടമായ മനോഭാവം. കാരണം ഈ അലച്ചിൽ എന്നാ പിന്നെ ഇയാൾ ചിന്തിക്കുവാണ്, ഇത്രയൊക്കെയായി, ഇതൊക്കെ ഇനി എല്ലാവരും ഈ അച്ഛന്മാരൊക്കെ ചെയ്യട്ടെ. പിന്നെ പോട്ട ആശ്രമത്തിൽ ആരോഗ്യമുള്ള കുറേ അച്ഛന്മാരും ഉണ്ട്, കുറേ ശുശ്രൂഷ, അവർ ചെയ്യട്ടെ. ഞാൻ ഇത്രയും വർഷമൊക്കെ ചെയ്തു, എന്നെ കൊണ്ട് വയ്യ, എനിക്കിതൊന്നും പറ്റത്തില്ല എന്ന് കരുതി അയാൾ മാറി നിന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നതിലൂടെ സംഭവിക്കുന്ന റിസൾട്ട് ഉണ്ടെന്ന്. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യത്തിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട്. പരിഹാര ബലി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും, നമുക്കൊക്കെ ഈ വിളി കിട്ടിയിട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ചില നന്മകളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം, നമ്മൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അനേകരുടെ പരിഹാരത്തിന്റെ ബലിയുടെ ഉത്തരമാണ് നമ്മൾ. കർത്താവേ, ഇനിയുള്ള ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ കൃപ കർത്താവ്, എൻ്റെ ജീവിതത്തിൽ മുറിപ്പെടുന്ന അഭിഷേകം, മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാര ബലിയാവാനുള്ളൊരു കൃപ കർത്താവെ എനിക്ക് വേണ്ടി നൽകണം. എല്ലാവരും കരങ്ങൾ കൂപ്പിക്കേ, നിൽക്കുന്ന സ്ഥലത്ത് കരങ്ങൾ കൂപ്പി നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ആരാധന സമയത്ത് ഈശോയെ, എൻ്റെ മേൽ അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. ഈശോയുടെ വലിയ കൃപ വെളിപ്പെടാൻ പോവുകയാണ്. സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തിക്കോ. ഒരു ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചോ. മുട്ടുകുത്താൻ നിനക്കിപ്പോൾ പറ്റുമെങ്കിൽ നീ മുട്ടുകുത്തിക്കോ. ഇതൊരു നിക്ഷേപമാണ്. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കാനാങ്കാരി അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, സക്കേവൂസ് ഒരു നിലപാടെടുത്ത് പ്രാർത്ഥിച്ചതുപോലെ, നിന്റെ ജീവിതത്തിലും നീയും ഒരു നിലപാടെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു പരിഹാര ബലിയാവാൻ കർത്താവെ എനിക്ക് കൃപ വേണം. അത് വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ
പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നോളം എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ സഹിക്കുന്ന സഹനങ്ങളെ സമർപ്പിക്കുക. യേശു ഒരു പരിഹാര ബലിയായി, ഞാനും അതുപോലെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു പരിഹാര ബലിയാവാൻ ഒരു വിളിയുണ്ട്. ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക, എത്രത്തോളം എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയാകാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മുടെ മാത്രം സുഖം തേടുന്ന ഒരു സ്വഭാവ രീതി ഉണ്ട്. എൻ്റെ കാര്യം, എൻ്റെ സുഖം, എൻ്റേത് എന്ന് കരുതുന്ന ഒരു സ്വഭാവ രീതി ഉണ്ട്. എന്നാൽ ഈശോ ഈ കാലഘട്ടത്തിൽ എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്വാർത്ഥതയുടെ പുറംതോടുകളെ തകർക്കുക. വി മസ്റ്റ് ബ്രേക്ക് അവർ സെൽഫിഷ്നെസ്. ഈശോയെ, എൻ്റേതെന്ന് കരുതുന്ന കാര്യങ്ങളെ തകർത്തെറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു പാപപരിഹാര ബലിയാവാൻ കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ വീടിനെ മനസ്സിലോർക്കുന്നു, വീട്ടിലെ സാഹചര്യങ്ങളെ ഓർക്കുന്നു, വ്യക്തികളെ ഓർക്കുക. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം വിവാഹം കഴിക്കപ്പെട്ടവർ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർക്കുക. ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടെ കുടുംബജീവിതത്തിലോട്ട് പ്രവേശിച്ച്, എന്നാൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളുടെ മുമ്പിൽ തകർന്നവരും ഭാരപ്പെട്ടവരും കരയുന്നവരും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് ഒരു ഉത്തരമുണ്ടെന്ന് ഈ അൾത്താര നിന്നെ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ വ്യക്തിത്വം വെളിപ്പെട്ടത് മുറിവേറ്റപ്പോഴാണെങ്കിൽ, ഇന്ന് നീ സഹിക്കുന്ന സഹനങ്ങളിൽ കൃത്യമായി ഉറപ്പിച്ചു കൊള്ളുക, ആ കുടുംബം നിലനിൽക്കുന്നത്, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ നിലനിൽക്കുന്നത് നീ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുമ്പോഴാണ്. പരാതിപ്പെടാനും പരിഭവിക്കാനും പിറുപിറുക്കാനും ഇട്ടിട്ട് പോകാനും ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നുമല്ല, ഞാൻ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാകും എൻ്റെ കുടുംബം? ഞാൻ ഇട്ടിട്ട് പോയാൽ എൻ്റെ വീട്ടിലെ അവസ്ഥ എന്താവും? എൻ്റെ സുഖം മാത്രം ഞാൻ നോക്കിയാൽ പോരല്ലോ, മറ്റുള്ളവരെക്കുറിച്ചും ഞാൻ ശ്രദ്ധിക്കണ്ടേ എന്നുള്ള ഈശോയുടെ കുരിശ് നൽകുന്നൊരു പാഠം ഓരോ വ്യക്തിയും സ്വീകരിക്കട്ടെ. ഒരുപക്ഷെ അപ്രകാരം ഒരു മനസ്സ് രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ ഈശോയോട് പറയുക, ഈശോയെ, എനിക്കങ്ങനെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു പരിഹാര ബലിയാവാൻ, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, ഒരു ധ്യാന മന്ദിരത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു പരിഹാര ബലിയാവാൻ എന്നെ പഠിപ്പിക്കണമേ. എനിക്കതിനുള്ള കൃപ വേണം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക. സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് ആ ശിരസ് തറയിലൊന്ന് മുട്ടിച്ചു. സാധിക്കുന്നവർ, ഒരുപക്ഷെ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ദീപികാരുണ്യത്തെ കണ്ട് ഒന്ന് കുനിഞ്ഞ് ആ ശിരസ് ആ തറയിലൊന്ന് മുട്ടിച്ച്, ഈശോയെ, പരിശുദ്ധ അൾത്താരയിൽ എനിക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടവനെ അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, സ്നേഹമെന്നുള്ളതിന് കുരിശിൽ ഏറ്റെടുക്കുന്നൊരു ജീവിതമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ ഈ കുരിശിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ കുരിശിന് അർത്ഥമുണ്ടെന്ന് പഠിപ്പിച്ചവനെ ഞാൻ എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്നു. ഈ ദിവ്യകാരുണ്യം നീ എന്നും ഓർക്കണം, ഇത് മുറിയപ്പെടാനുള്ളൊരു സ്ഥലമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യപ്പെടാനുള്ളൊരു സ്ഥലമാണ്. നീ സാധിക്കുന്നിടത്തോളം ഒന്ന് കുനിഞ്ഞ് ആ ശിരസ് തറയിലൊന്ന് മുട്ടിച്ച്, കുരിശിനാലെ എന്നെ വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു. ദൈവമേ, താണ് ഞങ്ങൾ വണങ്ങുന്നു. നിന്റെ ജീവിതത്തിൻ്റെ ഭാരം സമർപ്പിച്ച്, ഈ അൾത്താരയിൽ സമർപ്പിച്ച്, ഇത് നിന്റെ മുമ്പിൽ ഒരു കുരിശ് വെളിപ്പെടുകയാണ്. സ്നേഹിക്കാനുള്ള ഒരു കുരിശ്, മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കാനുള്ള കുരിശ്,
കർത്താവെ ഞാൻ ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. നമുക്കറിയാവുന്ന ഗാനത്തിന്റെ വരികൾ ഒന്ന് ചേർന്ന് പാടിക്കേ. കുരിശിനാനീ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. വിശ്വസിച്ച് ചേർന്ന് പാടിക്കൊണ്ട് നിന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് ചേർന്ന് ഒരുമിച്ചൊന്ന് പാടിക്കേ. കുരിശിനാനീ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. സമർപ്പിച്ചവര് ദൈവത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന്, ഈശോയെ, ഈ ആരാധനയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. ഈശോ നിന്നെ ക്ഷണിക്കുന്നത് ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ മുറിയപ്പെടാനും സ്വയം ഇല്ലായ്മ ചെയ്യപ്പെടാനും. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിൽ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നീ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നീ വിശ്വസിക്കുക. നീ ഇപ്പോൾ നിൽക്കുന്നത് ദീപികാരുണ്യത്തിൻ്റെ മുമ്പിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെട്ടവൻ ഇതാ നിന്നോട് പറയുകയാണ്, ഇതുപോലെ മുറിയപ്പെടാൻ, ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കുരിശേ കയറാൻ സഹിക്കാനുള്ള ഒരു വിളി നിനക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വിളി കിട്ടിയത് കൊണ്ടാണ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പ്രിയരെ, നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായും പരാതികളും പരിഭവങ്ങളുമാണ്. എനിക്കർഹിച്ച വിധം എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്കർഹിക്കുന്ന സ്നേഹം കിട്ടിയില്ലല്ലോ, ഇവരെന്തുകൊണ്ടാണ് എന്നോടിങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെയൊന്നും അല്ലല്ലോ ആവേണ്ടത്, എൻ്റെ സന്തോഷം പ്രധാനപ്പെട്ടതല്ലേ, എന്തിനാണ് ഞാനിങ്ങനെ ഇവർക്ക് വേണ്ടി ഇങ്ങനെ അഴുകിത്തീരുന്നത്, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ സന്തോഷം, ഞാനെന്ന വ്യക്തി, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയരെ, രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് നിന്റെ ഉള്ളിലുള്ള എല്ലാ പരിവേദനങ്ങളും എല്ലാ പരാതികളും ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയെ, ഇതാണ് എൻ്റെ അവസ്ഥ. കർത്താവ്, ഇതാണ് എൻ്റെ ഉള്ള്. ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ഇതാണ്. ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ ഇങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെയാണ്, എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല എൻ്റെ ജീവിതം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ പല സ്വപ്നങ്ങളും തകർക്കപ്പെട്ടു. ഞാൻ കടന്നു പോകുന്നത് വലിയ ഞെരുക്കത്തിലാണ്. ഈശോയെ, ഈ അൾത്താരയിലേക്ക് എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, കാനാൻകാരി വന്ന് അങ്ങ് വീട്ടിൽ കിടക്കുന്ന മകൾക്ക് വേണ്ടി കരഞ്ഞതുപോലെ നിനക്കും ഒരു വിളി കിട്ടിയിട്ടുണ്ട്. ഇതാ കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളൊരു വിളി. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് ഉയർത്തുമ്പോൾ നീ കണ്ണടച്ച് കാണണം. കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുമ്പിൽ വന്ന് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. നീയും നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പരിഹാര ബലിയാകുമ്പോൾ നിന്റെ ജീവിതം കണ്ട് ഈശോ പറയുന്നു, നീയും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചു നിന്റെ എല്ലാ പരിഹാരങ്ങളും, നിന്റെ എല്ലാ സങ്കടങ്ങളും, നിന്റെ എല്ലാ ദുഃഖങ്ങളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, പലപ്പോഴും എനിക്ക് എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. കുരിശയാത്രയിൽ അങ്ങ് വീണതുപോലെ ഞാനും പലപ്പോഴും വീഴുന്നു. 3 അല്ല 30 അല്ല 300-ലധികം തവണ ഈശോയെ ഞാൻ വീണു പോകുന്നു. പലപ്പോഴും എൻ്റെ കുടുംബത്തിന് വേണ്ടി സ്നേഹിക്കണം, പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും കർത്താവെ, എൻ്റെ പിടിവിട്ടു പോകുന്നു. എനിക്കറിഞ്ഞുകൂടെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു. കർത്താവെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബലം, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പരിഹാര ബലിയാവാനുള്ള വിളി കർത്താവ് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയോട് പറ, ഈശോയെ, എനിക്കും നിന്റെ കൃപ വേണം. കർത്താവെ, എനിക്കും നിന്റെ കൃപ വേണം. നിന്നെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാര ബലിയാവാൻ,
എൻ്റെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള കൃപ വേണം. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന സമയം, നാവ് തുറന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ച് നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ സങ്കടത്തിന്റെ നടുവിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചവൻ നിന്നെയും ആശ്വസിപ്പിക്കുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയം അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം എന്റെ മേൽ വെളിപ്പെടട്ടെ. എന്റെ കണ്ണുനീരിന് ഉത്തരം നൽകുന്നവനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്നവനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു പരിഹാര ബലിയാവാനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളാൻ, പ്രാർത്ഥിക്കാൻ, ത്യാഗമെടുക്കാനുള്ളൊരു വിളിയാണ്. ഈശോയെ, ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഒരു പരിഹാര ബലിയായി ഈ വ്യക്തിയെയും കുടുംബത്തെയും അങ്ങ് ഉയർത്തണമേ. ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷം വലിയ വിഷാദത്തിലും ദുഃഖത്തിലും കഴിയുന്ന സഹോദരി, കർത്താവ് സഹോദരിയെ ബലപ്പെടുത്തുന്നു. നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്ന പോരെന്ന് കർത്താവ് സഹോദരിയിലൂടെ ആ കുടുംബത്തിന് അനേക കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദേ, മരിച്ചുപോയ ജീവിത പങ്കാളി സ്വർഗത്തിലായിരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അതുകൊണ്ട് നീ ഇങ്ങനെ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല, ബലം പ്രാപിക്കേണ്ട വ്യക്തിയാണ്. നീ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച്, ശിരസിൽ കരങ്ങൾ വെച്ചൊന്ന് സ്തുതിച്ച്, കർത്താവിന്റെ കൃപ നിന്നിലൂടെ ഒഴുകട്ടെ. നീ ഭാരപ്പെടണ്ട കേട്ടോ. ദേ, മകനെ ഓർത്ത് ഭാരപ്പെടണ്ട. കർത്താവ് ചിലരോട് പറയുന്നു, മകനെ ഓർത്ത് ഭാരപ്പെടണ്ട, കർത്താവ് ക്രമീകരിക്കും. നീ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടും. നിന്റെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നീ ഇന്ന് സഹിക്കുന്ന സഹനത്തിന് അർത്ഥമുണ്ട്. നീ ഇന്ന് സഹിക്കുന്ന സഹനത്തിന് അർത്ഥമുണ്ട്. വിശ്വസിക്കണം. യെസ്, നിന്നിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നു. നിന്നിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നു. നീ ഒരു അനുഗ്രഹമാണ്. കർത്താവ് നിന്നോട് പറയുന്നു, നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു അനുഗ്രഹമാണ്. കുടുംബത്തിലെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നൊരു മകള് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളെ സഹോദരിയിലൂടെയാണ് ആ കുടുംബത്തെ കർത്താവ് പിടിച്ചു നിർത്തുന്നത് കേട്ടോ. സഹോദരിയിലൂടെയാണ് ആ കുടുംബത്തെ പിടിച്ചു നിർത്തുന്നത്. വിശ്വസിച്ചോണം. ഒരുപക്ഷെ നീ ചിന്തിക്കും, എൻ്റെ പ്രായം, എൻ്റെ സന്തോഷം പ്രധാനപ്പെട്ടതല്ല. പക്ഷേ മകളുടെ കണ്ണുനീരും പ്രാർത്ഥനയും പ്രധാനപ്പെട്ടതാണ്. അത് വിശ്വസിച്ചോണം, അത് ഏറ്റെടുത്തോണം. 1 യോഹന്നാൻ 2:2, 1 ജോൺ ചാപ്റ്റർ 2:2. നീ ഒരു പരിഹാര ബലിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൾത്താരയിലോട്ട് തിരിഞ്ഞു നിന്നേ, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യെസ് കർത്താവെ, ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ഓരോ വ്യക്തിയും 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വയം പറയണം, കർത്താവെ, എന്നെ ഒരു പരിഹാര ബലിയായി തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ പാപങ്ങളും കടങ്ങളും പൊറുതിക്ക് വേണ്ടി പരിഹാര ബലിയാവാൻ നിന്നെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. കർത്താവ് ഇതൊരു വിളിയായിട്ട് നിനക്ക് തന്നതാണ്, നന്ദി പറയണം. കർത്താവ്, ഞാൻ ഏറ്റെടുക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ചിലര് പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കത്തില്ല, ദൈവവിചാരമില്ല, തിരുസഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ, സന്യസ്തർക്കെതിരെ ചീത്ത പറഞ്ഞും കലഹിച്ചും നടക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിൽ ഒരുപക്ഷെ ആരെങ്കിലും മദ്യപാനം, മയക്കുമരുന്ന്, തോന്നിവാസം, മൊബൈലിൻ്റെ അടിമത്തം ഉണ്ടാകും. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ ചിലർ കിടപ്പ് രോഗികളുണ്ടാവും, മാനസിക ദുഃഖങ്ങളിലൂടെ കടന്നുകൊണ്ടാവും. അവർക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കണം? ഞാൻ പ്രാർത്ഥിക്കണം. പറഞ്ഞേ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വെറുപ്പ്, വിദ്വേഷം, പക വച്ച് പുലർത്തുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കണം? ഞാൻ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിൽ ഒരുപക്ഷെ സ്വത്തിന്റെ പേരിൽ കോടതി കേസ് കിടപ്പുണ്ടാവും. ആ കേസ് മാറാൻ ആര് പ്രാർത്ഥിക്കണം? ഞാൻ പ്രാർത്ഥിക്കണം.
നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടാവും, ജീവിതത്തിൽ നിരാശപ്പെട്ട് ഇനി ഒന്നിനോടൊരു താല്പര്യമില്ലാതെ കഴിയുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കണം? ഞാൻ പ്രാർത്ഥിക്കണം. വലതുകരം നെഞ്ചിൽ വെച്ചുകൊണ്ട് പറ, ഞാൻ പ്രാർത്ഥിക്കും. ഒച്ചത്തിൽ പറ, തീരുമാനമെടുത്ത് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ.